കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് ടൗണിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ലീലാമ്മ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷമാശ്വാസ കുടിശ്ശികയും അനുവദിക്കുക, 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക, വിലക്കയറ്റം തടയുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട്ടിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ലീലാമ്മ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. മെഡിസിൻ കഴിക്കുന്നത് രാവിലെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് പോക്കറ്റിൽ കാണും, അല്ലെ കയ്യിൽ കാണും, അല്ലെ വായിൽ കാണും, വൈകിട്ടത്തെ കൊള്ളുന്നു. അങ്ങനെ ഉള്ള സ്ഥിതിവിശേഷമുള്ള ആളുകളെ സംരക്ഷിച്ച് ആരോഗ്യവാന്മാരാക്കേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെ കൂടി ചുമതലയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ മെഡിക്കൽ അലയൻസ് വർദ്ധിപ്പിക്കുക. ഞങ്ങളുടെ മാത്രമല്ല, ജീവനക്കാർക്കുണ്ട്, അവർക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്യാം. അവർക്കും എന്താണ് വേണ്ടത്? അവർക്കും മെഡിക്കൽ അലയൻസ് വർദ്ധിപ്പിക്കണം. ഈ പെൻഷൻകാരായ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഇരുന്നാൽ പോരാ, പിന്നെയോ എല്ലാ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഇത് ബാധകമാക്കണം എന്നുകൂടി ഞങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഞങ്ങൾ സർവീസിലിരിക്കുന്ന കാലം തൊട്ട് പറയുന്നതാണ്, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 2022 മുതൽ സംഘടനാ പ്രക്ഷോഭങ്ങൾ നടത്തുകയും 2024 സംഘടന മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്തു. പരിഹാരങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സംസ്ഥാന വ്യാപകമായും സെക്രട്ടേറിയറ്റ് നടയിലും മാർച്ചും ധർണയും നടത്തുകയും ചെയ്തു. തുടർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും കേരളത്തിലെ സർവീസ് പെൻഷൻകാർ ഇന്ന് പ്രകടനവും ധർണയും നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് പീരുമേട്ടിലും സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം എം രമേശ്, മറ്റ് ബ്ലോക്ക് നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് PM സലീം, സെക്രട്ടറി PS ഷംസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു.